തല്ലിപ്പൊളി ടൈം പീസ് തോന്നുമ്പോഴേ അലാറടിക്കും. ഞാനും അതാ വിചാരിച്ചേ. നീയല്ലേ പറഞ്ഞേ ഇന്ന് നിന്റെ അച്ഛൻ നാട്ടിൽ നിന്ന് വരുന്നുണ്ടെന്ന്? 7 മണിക്ക് ഫെലിക്സിനെയും കൂട്ടി ചിറ്റപ്പന്റെ വീട്ടിൽ ചെല്ലാന്ന് പറഞ്ഞതാ ഞാൻ. ഈ ശവം ഞാൻ ഇന്നോടെടുത്ത് എറിയും. വെറുതെ വായിട്ടലച്ച് സമയം കളയാതെ വല്ലതും എടുത്തു പോവാൻ നോക്ക്. ആ ഗണപതിക്കൊരു തേങ്ങ ഉടച്ചോ, എല്ലാം ഭംഗിയായിട്ട് നടക്കാൻ. കെട്ടണത് ക്രിസ്ത്യാനിയല്ലേ, അച്ഛന്റെ സമ്മതം കിട്ടാൻ വേണമെങ്കിൽ വേളാങ്കണ്ണിക്ക് ഒന്ന് നേർന്നോ. ചിന്തന്നൂർ മഠത്തിലെ കുട്ടിയാണുള്ളത് പോട്ടും. തമ്പുരാന്റെ കയ്യിൽ നിന്ന് പട്ടുംപളി വാങ്ങിയുള്ള നാദസ്വര വിദ്വാൻ പാലക്കാട് രാമനാഥന്റെ മകളെന്നത് നീ മറക്ക വേണ്ടാം. എதையும் மறக்கல. எனக்கு என்ன ஆசையோ அதை சொன்ன சித்தப்பா. இந்த നാട്ടില് പെരുമയാ വാഴുന്ന ഒരു ബ്രാഹ്മണാൾ കുടുംബത്തിക്ക് വേറെ ജാതിയിൽ ഒരുത്തൻ മാപ്പിളയെ വരലാമോ? അണ്ണനക്ക് എന്നാ അഭിപ്രായമൊന്നുമില്ലയോ? വീണ, പെരുമയെ പറ്റി ചൊല്ലല്ലേ. തായ് വഴി പിരിഞ്ഞാലും 10-14 ബ്രാഹ്മണ കുടുംബങ്ങൾക്ക് തായ് വേരിപ്പോ നാന്താ. ഇതെല്ലാം മറന്നിട്ട് നീ വേറെ ജാതിക്കാരെ പയ്യനെ കല്യാണം പണിക്കാൻ തീരുമാനിച്ചിട്ടാ കല്യാണമാക വേണ്ടിയ പൊണ്ണുകൾ കുടുംബത്തിലെ വേറെ എടുക്കാലിയാ. അവളോടെല്ലാം കല്യാണം നടക്കാമ പോയിടും. அந்த அளவுக்கு சொல்ல வேண்டாம். படிப்புல ரொம்ப மிடுக்கி நினைச்சுண்டு மட்ராஸ்க்கு விட்டு வந்தேன். இந்த அளவுக்கு காட்டுவேல் தெரிஞ்சா அப்போதே திருப்பி அனுப்பிச்சிருப்பேன். சொன்னதே சொல்லிட்டு இருந்தா என்ன பிரயோஜனம்? அண்ணனோட அபிப்பிராயம் என்னன்னு சொல்லலாமே. ലക്ഷക്കണക്കാன സ്വത്ത് இந்த பொண்ணு പേരിൽ വെച്ചിരിക്കോ ഇല്ലയോ അതൊന്നും കൊടുക്കാൻ മാട്ടേന്ന് சொல்லணும். இனியும் இவனையே தான் கல்யாணம் பண்ணிக்கணும்னு தீர்மானிச்சா உன்னை தலைமுழுகி இந்த குடும்பத்தை விட்டே வெளியே அனுப்பணுங்கிறதா இவங்க எல்லாரோட முடிவும். இந்த குடும்பத்தோட காரணவருங்கிற நிலையில நானும் அதே முடிவை எடுக்க வேண்டி வரும். இதெல்லாம் சொல்ல வேண்டிய அவசியம் இல்லை. இந்த குடும்பத்தில் இருக்கிற நிறைய பேர் பெரிய பொசிஷன்ல இருக்காங்க. அவங்க பேரும் அந்தஸ்தும் கெடுக்க காரணவருங்கிற நிலையில என்னால முடியாது. ഇനി ഉന്നോட முடிவே சொல்லலாம். ഒരു ചില്ലി കാശ് എനിക്ക് വേണ്ട. പിണ്ടം വെക്കോ ഭ്രഷ്ട് കൽപ്പിക്കോ എന്താച്ചാ ചെയ്തോളൂ. ഞാൻ പോവാ ഫെലിക്സിന്റെ കൂടെ. പപ്പയോട് ഫെലിക്സ് എന്താ പറഞ്ഞത്? നിന്റെ അച്ഛൻ തമിഴും മലയാളവും കൂട്ടിക്കലർത്തി പറഞ്ഞൊക്കെ ഞാൻ പപ്പയോട് പറഞ്ഞു. എന്നിട്ട് പപ്പ എന്നോട് വീട്ടിലേക്കൊന്നും ചെല്ലാൻ പറഞ്ഞിരിക്കുക. ഞാനൊരു ലീവ് ലെറ്റർ അല്ല, നീ ഇതൊന്ന് ഓഫീസിൽ കൊടുത്തേക്ക്. എപ്പോഴാ പോവാ? നാളത്തെ ഫ്ലൈറ്റിന് നീ വരുന്നു? അയ്യോ ഞാനില്ല, എനിക്ക് പ്ലെയിനിൽ കയറാൻ പേടിയാ. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. പിന്നെ അപ്രന്റീഷിപ്പ് കഴിയാതെ ലീവ് എടുത്താ എന്റെ പണി പോവും. ആ അത് കളയണ്ട, എന്തായാലും ഇനി വീടില്ല. ആ കാലണ ഇടണല്ലേ, അതും കൂടി പോയാ ഇനി വഴിയാ തരാം. എന്ത് വേണേലും പൊയ്ക്കോട്ടെ, ഫെലിക്സിൽ എന്റെ കൂടെ, അത് മതി. എന്തൊക്കെ കിനാവ് കണ്ടതാ. കല്യാണം, പിന്നെ നിന്റെ അപ്പന്റെ കയ്യിൽ നിന്ന് കുറെ കാശ്, അതുകൊണ്ടൊരു വീട്. ഒറ്റ നിമിഷം കൊണ്ടെല്ലാം പൊളിഞ്ഞു കിട്ടിയില്ലേ. ആ ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. എന്താ പത്രത്തിൽ നിന്ന് വിശേഷം? എന്നുള്ളത് തന്നെ. അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറെ പേര് ചത്തു. താങ്ക്സ്. വീണ, ഒരു ഗസ്റ്റ് ഉണ്ട്. മോളെ, ആരും അറിയാതെ വന്നതാ ഞാൻ. മോളെ അപ്പ വേണ്ടെന്ന് വെച്ചതല്ല. എനിക്കാകെ ഉള്ളത് നീയാ. കുടുംബത്തിന്റെ നാഥനായിരിക്കുമ്പോ അവർക്കും ദ്രോഹം ചെയ്യാൻ വയ്യല്ലോ. എനിക്കറിയില്ല എന്റെ അപ്പാവെ, ഒന്ന് അനുഗ്രഹിച്ചാ മാത്രം മതി. എന്താ ഇത വെച്ചിക്കോ. 30 ലക്ഷം രൂപയുടെ ഡ്രാഫ്റ്റ് ആണ് ഇതിനുള്ളിൽ. മോൾക്കൊരു ചെറിയ വീട് വാങ്ങണമെന്ന് പറഞ്ഞിരുന്നില്ലേ, അതിനാ. നിനക്ക് നല്ലതേ വരൂ. ദേ വീണ വരുന്നോ? എവിടെ? സ്പെയിനിലെ രാജകുമാരിയുടെ ആഭരണങ്ങൾ എക്സിബിഷന് വെച്ചിരിക്കുന്നു. ഏഷ്യയിൽ ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഭയങ്കര സെക്യൂരിറ്റിയാ. പിന്നെ സ്പെയിനിലെ രാജകുമാരിയുടെ ആഭരണങ്ങൾ കണ്ടിട്ട് നമുക്ക് എന്ത് കിട്ടാനാ ടീച്ചറെ? ഞാൻ എന്തായാലും പോണുണ്ട്. എനിക്കിതിലൊക്കെ ഇത്ര ഭ്രമമുണ്ട്. അതുപോട്ടെ, ആരാ വന്നത്? അച്ഛനാ. ആരും അറിയാതെ എനിക്ക് കാശ് കൊണ്ട് തരാൻ വന്നതാ. കാശോ? എന്റെ ഒരു സ്വപ്നത്തെ കുറിച്ച് അച്ഛനും ഞാൻ എഴുതിയിരുന്നു. ഒരു കൊച്ചു വീടും അവിടെ ഞാനും ഫെലിക്സും കുട്ടികളും. അത് വാങ്ങാനുള്ള കാശ് തരാൻ വന്നതാ. അനുഗ്രഹം തന്നു. സംഗീതജ്ഞന, നാദസ്വര വിദ്വാന, പത്മശ്രീയാന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമായില്ല. പാവം എന്റെ അച്ഛന്റെ ഉള്ളില് കൊച്ചു കുഞ്ഞുങ്ങളുടെയാ. ഒരു ഹാള്, കിച്ചൺ, 2 ബെഡ്റൂം, ഒരു പൂജാമുറി.
എനിക്ക് ഇത്രയും മതി. ബെഡ്റൂമിലിരുന്ന കടല് കാണണമെന്നാ ഫെലിക്സ് പറയാറ്. ഇത് ഞാൻ കണ്ട വീട് പോലെ തന്നെ. നിന്റെ ബഡ്ജറ്റിനും ഓക്കെ. നാളെ തന്നെ നമുക്ക് ഉറപ്പിച്ചേക്കാം. ഓക്കെ വീണ, ബോസ് വിളിക്കുന്നു. ഓ ഓക്കെ, ബൈ. പിന്നെ കാണേ. മേ കം ഇൻ സർ? യെസ്. ഫെലിക്സ് ജോലി റിസൈൻ ചെയ്യുന്ന കാര്യം വീണയോട് നേരത്തെ പറഞ്ഞിരുന്നോ? ഇല്ല. പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനെ? ഇത് കണ്ടോ, റിസൈൻ ചെയ്തുകൊണ്ടുള്ള ഫെലിക്സിന്റെ ഫാക്സ് ആയത്. എവിടുന്നാ? ബാംഗ്ലൂരിലൊരു ഹോട്ടലിൽ നിന്നാണ് ഫാക്സ് ചെയ്തിരിക്കുന്നത്. ഫോൺ നമ്പരൊക്കെ ഇതിലുണ്ട്, ഒന്ന് വിളിച്ചു നോക്കിയേ. ഓഫീസിൽ നിന്ന് കിട്ടിയ നമ്പർ വെച്ച് നീ ബാംഗ്ലൂർക്ക് വിളിച്ചു. അപ്പൊ കക്ഷി ഹോട്ടലിലുണ്ട്. നിന്റെ ശബ്ദം കേട്ടപ്പോ കട്ട് ചെയ്യുകയും ചെയ്തു. അല്ലെങ്കിൽ ദിവസം 10 പ്രാവശ്യമെങ്കിലും നിന്നെ വിളിക്കുന്ന ആളാ. പോയിട്ടിപ്പോ ഒരാഴ്ച കഴിഞ്ഞു, ഒരു പ്രാവശ്യം പോലും വിളിച്ചിട്ടില്ല. ജോലി രാജിവെച്ചു, താമസിക്കുന്ന റൂം വെക്കേറ്റ് ചെയ്തു. ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? അയാൾക്ക് നിന്നെ വേണ്ടാന്നല്ലേ? ഇല്ല ടീച്ചറെ, അച്ഛനെയും കുടുംബമൊക്കെ ഫെലിക്സിന് വേണ്ടിയാ ഞാൻ വേണ്ടാന്ന് വെച്ചത്. എന്നിട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇനി ഞാൻ നിന്നോടൊരു സത്യം പറയട്ടെ. അയാളെ കുറിച്ച് ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് അയാൾ അവിടെ 2 ദിവസം കൂടെ ഉണ്ടാവുന്ന. അയാൾ അവിടുന്ന് പോയ പിന്നെ ഒരു അഡ്രസ്സും കിട്ടില്ല. എന്തോ എനിക്ക് ആകെ ഒരു പന്തികേട് തോന്നുന്നു. നീ വേഗം ചെന്ന് അയാളെ കണ്ട് കാര്യം പറഞ്ഞില്ലെങ്കിൽ സംഗതി വഷളാവും. ഞാനിപ്പോ എങ്ങനെയാ? ഫ്ലൈറ്റിൽ കയറാൻ പേടിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത ഫ്ലൈറ്റിന് പൊയ്ക്കോണം. അല്ലാതെ ട്രെയിനിൽ കയറി അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ആളങ്ങ് പോവും.